ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. രാംചരൺ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സംക്രാന്തി റിലീസ് തെലുഗു സിനിമയാണല്ലോ ഗെയിം ചേഞ്ചർ. രാംചരൺ, കിയാര അദ്വാനി, എസ്.ജെ. സൂര്യ, സമുദ്രക്കനി, ഒപ്പം തന്നെ ജയറാം തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിച്ച ഈ കൊമേഴ്ഷ്യൽ മാസ് പൊളിറ്റിക്കൽ എന്റർടൈനർ സിനിമ ഫെസ്റ്റിവൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി ഇപ്പോഴത്തെ 4ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആദ്യം 3 ദിവസത്തെ സിനിമയുടെ കളക്ഷൻ പുറത്തു വരുമ്പോൾ സംക്രാന്തി പൊങ്കൽ സീസണിൽ എത്തിയിട്ട് പോലും ഒരു വൻ ദുരന്തം ഓപ്പണിംഗ് ആണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ വരെ 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് പ്രതീക്ഷിച്ചത് 150 കോടിയോളം കളക്ഷൻ ആണെങ്കിൽ 130 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ തെലുഗു സിനിമ ചിത്രത്തിനെ ബാധിച്ചുവെന്നാണ് ഇന്നലത്തെ ഞായറാഴ്ച കളക്ഷൻ നോക്കുമ്പോൾ പോലും വ്യക്തമാകുന്നത്. ആദ്യ ദിവസം 80 കോടി വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് 2ാം ദിവസം 28 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണെങ്കിൽ 3ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച 22 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണ് വന്നിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ച സിനിമയ്ക്ക് 10 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ മാത്രമേ 140-150 കോടി റേഞ്ചിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെടുകയുള്ളൂ. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം പുറത്തു വന്ന സിനിമയുടെ ഒഫീഷ്യൽ 186 കോടി തള്ളു കളക്ഷനിലേക്ക് പോലും സിനിമ ഇപ്പോഴത്തെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ വെച്ച് പോലും എത്തപ്പെടുന്നില്ല. ഇനി ഫൈനൽ കളക്ഷൻ എത്തപ്പെടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. 220 കോടിയോളം രൂപയ്ക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട സിനിമ ഒരു വലിയ ദുരന്തമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇന്നത്തെ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 7 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 6 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 70 ലക്ഷം പിന്നിടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ഗെയിം ചേഞ്ചർ എന്ന ദുരന്ത സിനിമയുടെ ഫൈനൽ വരെയുള്ള കളക്ഷൻ അറിയാനായിട്ട്.